ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും തന്നെ ഹാപ്പി സൺഡേ. ഇന്ന് ഞായറാഴ്ചയായിട്ട് എല്ലാവർക്കും എന്തൊക്കെയാണ് പരിപാടീസ്? എല്ലാവരും വീട്ടിൽ തന്നെയാണോ? ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പഴങ്കഞ്ഞി വ്ലോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. നോർമലി നമ്മളെല്ലാവരും സൺഡേസിലാണല്ലോ കൂടുതലായിട്ട് പഴങ്കഞ്ഞി കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ പഴങ്കഞ്ഞിയാണ് രാവിലെ. അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വായോ, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ രാവിലെ തന്നെ പോയി ചീനിയെല്ലാം വാങ്ങിച്ചിട്ട് വന്നു. ഇനിയാണ് നമുക്കിൻ്റെ ബാക്കി പരിപാടി. നല്ല കട്ട വെയിലാണ് കേട്ടോ. മഴ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും ഭയങ്കര ചൂട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഫിഷ് ഫ്രൈ ആണ്. നല്ല നെയ്ച്ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചാള മസാലയെല്ലാം പുരട്ടി, അതുപോലെ തന്നെ നല്ല പനിനീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വാഴയിലയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. അതിനകത്തുള്ള കൊഴുപ്പ് തന്നെ ഇറങ്ങി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. നല്ല സൂപ്പറായി സെറ്റായി കിട്ടി. ഇനി നമ്മൾ ചീനി നമ്മൾ റെഡിയാക്കുകയാണ്. ചീനി ആദ്യമേ നന്നായിട്ട് ഇട്ട് വേവിച്ചു. അത്യാവശ്യം കട്ടുള്ളത് കൊണ്ട് നമ്മൾ 2 തവണ ഊറ്റിയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് സെറ്റായി കിട്ടി. ലാസ്റ്റ് ഫൈനലി നമുക്ക് ചീനിയും നല്ല അടിപൊളിയായിട്ട് കിട്ടി. പിന്നെ ഉള്ളത് പുളിശ്ശേരിയാണ്. പുളിശ്ശേരി തലേന്നത്തെ പുളിശ്ശേരിയാണ് കേട്ടോ, ഇന്നലെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൽ കുറച്ച് എരി കുറവുണ്ടായിരുന്നു. അങ്ങനെ 2 മുളകും കൂടെ ചതച്ച് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തപ്പോഴത്തേന് ഇപ്പോൾ എരിവ് നല്ല സെറ്റായിട്ടുണ്ട്. തലേന്നത്തെ പുളിശ്ശേരി ആണെങ്കിൽ നല്ല കിടിലമാണ് കേട്ടോ, നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതും സെറ്റായി. പിന്നെ ഇത് മീൻകറി, നല്ല ചൂരയായിരുന്നു, ചൂരക്കറിയാണ്. ഇതും ഇന്നലത്തെ കറിയാണ്. അപ്പോൾ അതും നല്ല അടിപൊളി, നല്ല പുളിമുളകൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു കറിയാണ്. ഇനിയാണ് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം, ചുട്ടരച്ച ചമ്മന്തി. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഇവിടെ അമ്മ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ തേങ്ങ, പുളി, പിന്നെ അതുപോലെ തന്നെ കൊച്ചുള്ളി, പിന്നെ കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ഇതെല്ലാം ചുട്ടെടുക്കണം. ചുട്ടെടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അടുപ്പിലൊക്കെയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ അടുപ്പൊന്നും ഇല്ലാത്തവർ നമുക്ക് സ്റ്റൗവിൽ, ഗ്യാസിൽ തന്നെ ഒരു സാധനം വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഫൈനലി നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരച്ച് ചുട്ടരച്ച ചമ്മന്തി റെഡി. അപ്പോൾ ഇത് കിഡിലെ മണമാണ് കേട്ടോ. ഇതിൽ നമ്മളിട്ട് അരച്ചെടുക്കുമ്പോൾ തന്നെയുള്ളൊരു മണം സൂപ്പറാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്പെഷ്യൽ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫിഷ് ഫ്രൈ, മീൻകറി, അതുപോലെ തന്നെ പുളിശ്ശേരി, പിന്നെ ചുട്ടരച്ച ചമ്മന്തി, ദെൻ നമ്മുടെ ലാസ്റ്റ് പഴങ്കഞ്ഞി ഞാൻ ഇന്നലത്തെ ചോറാണ്. പഴങ്കഞ്ഞി ചോറും ചീനിയും കൂടെ ഞാൻ ഒരു പാത്രത്തിലെടുത്തു. ഒരു മുളകും ഉണ്ട്. അപ്പം നമ്മുടെ പഴങ്കഞ്ഞി റെഡി ആയിരിക്കുന്നു. നമുക്കിനി കുടിച്ച് നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. ഈ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മുളകിന് എരി ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇത് അടിപൊളി. അപ്പോൾ ഇന്നത്തെ പഴങ്കഞ്ഞി വ്ളോഗ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പഴങ്കഞ്ഞി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ചുട്ടരച്ച ചമ്മന്തി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ ഈ പഴങ്കഞ്ഞിക്ക് ഒന്ന് കുടിച്ച് സെറ്റാവട്ടെ. ഓക്കെ, അപ്പോൾ ബൈ.